തറികളുടെയും തിറകളുടെയും നാടെന്നാണ് കണ്ണൂരിൻ്റെ ഔദ്യോഗിക നാമം. എന്നാൽ കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ബോംബുകളും കൊലപാതകങ്ങളുമാണ്. രാഷ്ട്രീയത്തെ ഇത്രയും അതിവൈകാരികമായി കാണുന്നൊരു നാട് വേറെ കാണില്ല. കൊണ്ടും കൊടുത്തും തങ്ങളുടെ പാർട്ടിയെ സംരക്ഷിച്ചു നിർത്തുന്നുവെന്നാണ് അവകാശവാദം. എന്നാൽ നിരപരാധികളുടെ ജീവനെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനമാണ് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ. മുൻകാലങ്ങളിൽ നിന്ന് ഏറെ അയവ് വന്നെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെയും ബോംബ് പൊട്ടിത്തെറിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴും കണ്ണൂരിലെ പല ഗ്രാമങ്ങളും. എരഞ്ഞോളിയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പൊറുക്കാൻ പോയ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചെന്ന വാർത്ത അതാണ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാട്, LDF കൺവീനർ EP ജയരാജന്റെ നാട്, KPCC അധ്യക്ഷൻ K സുധാകരന്റെ നാട്. അധികാര രാഷ്ട്രീയത്തിന്റെ മേൽവിലാസത്തിൽ മറ്റു ജില്ലകളെക്കാൾ എന്തുകൊണ്ടും ഒരു പടി മുന്നിൽ തന്നെയാണ് കണ്ണൂരിന്റെ സ്ഥാനം. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലും കണ്ണൂരിന്റെ തട്ട് താഴ്ന്നു തന്നെയായിരുന്നു. പക്ഷേ കൊലക്കത്തി രാഷ്ട്രീയത്തിന്റെ പട്ടികയിലും എക്കാലവും കണ്ണൂർ തന്നെയായിരുന്നു മുന്നിൽ. രാഷ്ട്രീയ പ്രതിയോഗികളുടെ മാത്രമല്ല, നിരപരാധികളുടെയും ജീവനെടുത്തിട്ടുണ്ട് ഈ ബോംബ് രാഷ്ട്രീയം. അമാവാസിയും അഷ്നയും മുതൽ വേലായുധൻ വരെ നീളുന്ന പട്ടിക അതിന് സാക്ഷിയാണ്. എന്തുകൊണ്ടാണ് ബോംബ് രാഷ്ട്രീയം ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കാതെ വരുന്നത്? അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ ആണയിടുമ്പോഴും CPMന്റെയും RSSന്റെയും പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം തകൃതിയാണെന്ന് സമീപകാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സംഘ് സഹയാത്രികൻ ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ CPMും RSSും കൊലക്കത്തി താഴെ വെക്കാമെന്ന് ധാരണയിലെത്തിയ ശേഷവും എത്രയെത്ര കൊലപാതകങ്ങളാണ് അരങ്ങേറിയത്? അതിനു കാരണം മറ്റൊന്നുമല്ല, ഇരു പാർട്ടികളും തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കാൻ ആക്രമണങ്ങളെ പ്രതിരോധങ്ങളായി ഉയർത്തിക്കാട്ടുകയും പ്രതികളെ നായകരായി വാഴ്ത്തുകയും ചെയ്യുന്നുവെന്നത് തന്നെയാണ്. ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിമരിച്ചവർക്ക് രക്തസാക്ഷി മന്ദിരങ്ങൾ നിർമ്മിക്കുന്ന നാടാണല്ലോ. കോൺഗ്രസ് ആവട്ടെ നല്ല പിള്ള ചമയുന്നുണ്ടെങ്കിലും മുൻകാല രാഷ്ട്രീയ ചരിത്രം അറിയാവുന്നവർക്കറിയാം ഖദറിനുള്ളിലെ ചോരപ്പാടുകളുടെ കഥന കഥകൾ. നാദാപുരത്ത് മാത്രമല്ല, ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് യുവാക്കളെ കുരുതി കൊടുത്ത പാരമ്പര്യം പാനൂരിലെ മുസ്ലിം ലീഗിനുമുണ്ട്. ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണെന്നത് തന്നെയാണ് ബോംബ് നിർമ്മാണം തകൃതിയാവുന്നതിനു പിന്നിൽ. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 252 ബോംബുകളാണ് കണ്ടെടുത്തത്. 6 മാസത്തിനിടെ 15 ബോംബുകൾ, 150ഓളം ബോംബുകൾ പിടികൂടി. അതുകൊണ്ട് കണ്ണൂർ പോലീസ് എന്ന് ചിത്രം വരച്ച ചരിത്രവും കണ്ണൂരിനുണ്ടല്ലോ. 3 വർഷത്തിനിടെ 8 ജില്ലയിൽ സ്ഫോടനമുണ്ടായത്. ഈ കണക്ക് രേഖകളിലുള്ളതാണ്. രാത്രികാലങ്ങളിലും വിഷുവിന്റെ മറവിലും പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ നിരവധിയാണ്. പാനൂർ സ്ഫോടനം ഉൾപ്പെടെ നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ 1998 ശേഷം കൊല്ലപ്പെട്ടത് 10 പേരാണ്. ഇതിൽ 6 പേർ CPM പ്രവർത്തകരും 4 പേർ RSS പ്രവർത്തകരുമാണ്. പാനൂർ, കൊളവല്ലൂർ, തലശ്ശേരി മേഖലകളാണ് ഇപ്പോഴും ബോംബ് ശേഖരത്തിൽ മുന്നിലുള്ളത്. ചിലയിടങ്ങളിലെങ്കിലും ആൾതാമസമില്ലാത്ത വീടുകൾ, ഒഴിഞ്ഞ പറമ്പുകൾ എന്നിവയെല്ലാം ബോംബുണ്ടാക്കുന്ന ഇടങ്ങളായി മാറിയിട്ടുണ്ട്. പൈപ്പിനകത്തും ഗ്രാമങ്ങളിലെ റോഡരികിലെ മതിൽ തുരന്ന് പ്രത്യേക അറകൾ ഉണ്ടാക്കിയും വരെ ബോംബുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഒന്നിലേറെ തവണ ഒരേയാളുടെ വീട്ടിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയിട്ടും അത്തരക്കാരെ കാര്യമായ നടപടികളില്ലാതെ സംരക്ഷിക്കുന്നതാണ് പോലീസ് നയം. പയ്യന്നൂരിനടുത്തുള്ള ആലക്കോട് ബിജു എന്ന RSS പ്രവർത്തകന്റെ വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്നത് 1ഉം 2ഉമല്ല 3 തവണയാണ്. എന്നിട്ടും അയാൾ വിലസി നടക്കുകയാണ്. ബോംബുകളുടെ ഉറവിടം തേടാനും പോലീസ് താൽപ്പര്യം കാണിക്കാറില്ല. 1998 ശേഷം 20ലേറെ സ്ഫോടനങ്ങൾ റോഡരികിലും ആളൊഴിഞ്ഞ പറമ്പിലുമെല്ലാമായി നടന്നിട്ടുണ്ടെന്നാണ് കണക്ക്. കണ്ണും കൈയും നഷ്ടമായ കുട്ടികൾ മുതൽ 85 വയസ്സുള്ള വയോധികൻ വരെ ഇതിൻ്റെ ഇരകളാണ്.
മട്ടന്നൂരിൽ ആക്രി സാധനങ്ങൾ പെറുക്കിക്കൊണ്ടുവന്ന ആസാം സ്വദേശികളായ പിതാവും മകനും കൊല്ലപ്പെട്ടിരുന്നു. പാനൂരിനടുത്ത് കൂരാറയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി നാടോടി ബാലികയായ 9 വയസ്സുകാരി സൂര്യകാന്തിക്ക് നഷ്ടപ്പെട്ടത് ഇടത് കണ്ണും കൈപ്പത്തിയുമാണ്. ചെറുവാഞ്ചേരിയിൽ RSSുകാർ ബോംബെറിഞ്ഞതിനെ തുടർന്ന് കാൽ നഷ്ടപ്പെട്ട അസ്നയെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും അന്വേഷണങ്ങളെല്ലാം പ്രഹസനമായി മാറുകയാണ്. ആളില്ലാ ബോംബുകളായതിനാൽ അന്വേഷണത്തിനും പരിമിതിയുണ്ടെന്ന് പോലീസ് പറയുന്നു. നിയമസഭയിലും തെരുവിലും അല്പകാലം പ്രതിഷേധങ്ങളും പ്രസ്താവനകളും ഉണ്ടാവുമെന്നതല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാവുമെന്ന് നാട്ടുകാർ പോലും കരുതുന്നില്ല. അതിനാൽ തന്നെ RSSും CPMഉം ബോംബുകളും കൊലക്കത്തികളും കൊണ്ട് ചോരക്കളമാക്കിയ കണ്ണൂരിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. ബന്ധപ്പെട്ടവർ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവാങ്ങിയാൽ മാത്രമേ കണ്ണൂരിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായമാണെന്ന അപഖ്യാതിക്ക് അറുതി വരുത്താനാവൂ. അപ്പോൾ മാത്രമേ കൊലക്കത്തികളുടെ കൊളീസിയം എന്ന പേരുദോഷത്തിൽ നിന്ന് കണ്ണൂർ മോചിതമാവുകയുള്ളൂ.